പരസ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായ കൈരളി TMT സ്റ്റീൽ ബാർസിന് എന്താണ് സംഭവിച്ചത്? കൈരളിയുടെ ഡയറക്ടറിനെ എന്തുകൊണ്ടാണ് പോലീസ് ജയിലിലിട്ടത്? ആദ്യം നമുക്ക് കൈരളി TMT സ്റ്റീൽ ബാർസ് എങ്ങനെ ആരംഭിച്ചുവെന്ന് നോക്കാം. 1995 കോഴിക്കോടിലാണ് അബ്ദുൽ ഗഫൂർ ആദ്യത്തെ സ്റ്റീൽ മിൽ സ്ഥാപിച്ചത്. ഇതിന്റെ പേര് കൈരളി സ്റ്റീൽ ബാർസ് എന്നായിരുന്നു. അബ്ദുൽ ഗഫൂറിന് ഇതൊരു കേരള പ്രോഡക്റ്റ് ആണെന്ന് അറിയിക്കണമെന്നുണ്ടായി. കാരണം കൈരളിയുടെ വേറൊരു മീനിങ് ആണ് കേരളം. കൈരളിയുടെ ഒപ്പം TMT എന്ന പേര് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇവരായിരുന്നു ആദ്യത്തെ TMT സ്റ്റീൽ ബാർസ് നിർമ്മിച്ചത്. TMT സ്റ്റീൽ ബാർസും മറ്റുള്ള സ്റ്റീൽ ബാർസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ TMT സ്റ്റീൽ ബാർസ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മുക്കും. ഇതിന് ക്വെഞ്ചിങ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മറ്റുള്ള സ്റ്റീൽ ബാർസിനേക്കാൾ സ്ട്രോങ്ങർ ആക്കും. ഇതായിരുന്നു കൈരളിയുടെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. കൈരളിയുടെ സ്റ്റീൽ ബാർസ് മേടിക്കുന്ന ബിൽഡേഴ്സ് എല്ലാം തന്നെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സായി മാറുമായിരുന്നു. കാരണം അവരുടെ പ്രോഡക്ട്സ് ആക്ച്വലി ഹൈ ക്വാളിറ്റിയുടെ ആയിരുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ആണ് ആക്ച്വലി ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ബാർസ് നിർമ്മിക്കുന്നത്. ബുർജ് ഖലീഫയിൽ പോലും ടാറ്റ സ്റ്റീൽ ആണ് ഉപയോഗിച്ചത്. അങ്ങനെ ബിസിനസ് ഒക്കെ നന്നായി പോകുന്ന കാരണം അവര് 2 ഫാക്ടറി സ്ഥാപിച്ചു. ഒന്ന് പാലക്കാട്, വേറെ ഒന്ന് സേലത്തിനടുത്ത്. ഇവര് 8 mm തൊട്ട് 32 mm വരെയുള്ള സ്റ്റീൽ ബാർസ് നിർമ്മിക്കുമായിരുന്നു. അങ്ങനെ ഇവർക്ക് ചെറിയ വീടുകൾ തൊട്ട് വലിയ വലിയ ബിൽഡിങ്സിന് സ്റ്റീൽ ബാർസ് വിൽക്കാൻ പറ്റി. 2010 ഒക്കെ ആയപ്പോൾ ഇവർ വർഷത്തിൽ 90,000 ടൺ സ്റ്റീൽ ബാർസ് ആണ് മാനുഫാക്ചർ ചെയ്തത്. അങ്ങനെ 2018 കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹുമയൂൺ കള്ളിയത്ത് അവരുടെ അച്ഛനോട് കമ്പനിക്ക് വേണ്ടി ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇവര് മോഹൻലാലിനെ കൈരളി TMT സ്റ്റീൽ ബാർസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത്. ഇതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. കാരണം ഇത് കൈരളിയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി. ഇവരുടെ ഐക്കോണിക് പരസ്യങ്ങൾ കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കൈരളി TMT സ്റ്റീൽ ബാർസിനെ പറ്റി അറിയാം. മോഹൻലാലിനെ വെച്ചുള്ള പരസ്യം കമ്പനിയുടെ പ്രോഫിറ്റ്സിനെ ഡബിൾ ആക്കി. അവിടുന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് ലാലേട്ടൻ അവിടുന്ന് ഒരു 3 വർഷം കഴിഞ്ഞ് ലാലേട്ടനായിട്ട് എൻഡോസ് ചെയ്തു. അത് വലിയൊരു ലീപ്പായോ? പിന്നെ അത് ബിസിനസ്സിലേക്ക് എത്ര എങ്ങനത്തെ ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയത്? ഓൾമോസ്റ്റ് ഡബിൾ. ഇങ്ങനെ എല്ലാം നന്നായി പോകുന്ന സമയത്താണ് പോലീസ് ഹുമയൂണിനെ അറസ്റ്റ് ചെയ്തത്. 2019 CBI കൈരളിക്കെതിരെ ഒരു കേസ് എടുത്തു. ടാക്സ് ശരിയായിട്ട് അടച്ചിട്ടില്ലെന്നായിരുന്നു അവരുടെ കേസ്. ടാക്സ് കുറയ്ക്കാൻ വേണ്ടി അവരവരുടെ പ്രൊഡക്ഷൻ നമ്പേഴ്സ് ഒക്കെ കുറച്ച് കാണിച്ചിട്ടുള്ള ഫേക്ക് ഇൻവോയ്സസ് ഉണ്ടാക്കിയെന്നാണ് CBI പറഞ്ഞത്. ഇത് 100 കണക്കിന് കോടി രൂപയോളം വരും. പക്ഷേ കൈരളി TMT ഇന്നസെന്റ് ആണെന്ന് അവകാശപ്പെട്ടു. ഇത് ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്തവരുടെ തെറ്റുകളാകാമെന്ന് അവർ വാദിച്ചു. എന്നാലും ഇതൊക്കെ ബ്രാൻഡിന്റെ ഇമേജിനെ ഡാമേജ് ചെയ്തു കഴിഞ്ഞു. മുന്നത്തെ ബിൽഡേഴ്സിനും ഡീലേഴ്സിനുമെല്ലാം കൈരളിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടി സ്വയം ഒരു ഓഡിറ്റ് നടത്താനായി സമ്മതിച്ചു. ഇങ്ങനെ CBIക്ക് മനസ്സിലായി ഡോക്യുമെന്റ്സിൽ കുറച്ച് തെറ്റുകളുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെ മാനേജ്മെന്റ് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള തെളിവൊന്നും ഉണ്ടായില്ല. 2022 ഏറ്റവും വലിയ പ്രശ്നം വന്നത്. GST ഡിപ്പാർട്ട്മെന്റ് കൈരളിയുടെ എല്ലാ ഓഫീസിലും റെയ്ഡ് നടത്തി. ഇതിൽ കൂടെ അവർ ഷെൽ കമ്പനീസ് കണ്ടെത്തി. ഷെൽ കമ്പനീസ് ക്യാഷ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. ഇത് ഓൾമോസ്റ്റ് 40 കോടി രൂപ ടാക്സ് അടയ്ക്കാതെ പോകാനായി സഹായിച്ചു എന്നാണ് GST ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇതൊക്കെ കാരണം എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹുമയൂൺ കള്ളിയത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ 14 ദിവസം ഹുമയൂൺ ജയിലിലായിരുന്നു. ഇതുപോലത്തെ കേസുകളിൽ 15 ദിവസത്തേക്കാൾ കൂടുതൽ ഒരാളെ ജയിലിലാക്കാൻ പറ്റില്ല. പിന്നീട് ബെയിൽ കിട്ടിയ കാരണം ഹുമയൂൺ ഇപ്പോൾ പുറത്താണ്. ഈ കേസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാരണം ആരെങ്കിലും ഗിൽറ്റി ആണോ അല്ലേ എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും പ്രശ്നങ്ങളാണ് വന്നതെങ്കിലും കൈരളി TMT സ്റ്റീൽ ബാർസ് ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണ്. 500 കോടി രൂപയാണ് അവർ 2025 ജനറേറ്റ് ചെയ്തത്. ഒരു പാവം കുട്ടി എങ്ങനെ മെർസീഡീസ് ബെൻസ് ആരംഭിച്ചു എന്നറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.